നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണം ഉടൻ ആരംഭിക്കും. SIT തലവൻ SP ഷൌക്കത്ത് അലി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ടീം അംഗങ്ങളുമായി യോഗം ചേരും. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കും. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. മറ്റേതൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാമിലി, ഷൗക്കത്ത് അലി ഇവിടെ എത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ആരംഭം എന്ന നിലയ്ക്കാണ്. ഇവിടെ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ അന്വേഷണ സംഘവും ഇവിടെ ഉണ്ടാവും. ഇവർ തന്നെ താമസിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തുക. എന്തായാലും പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും തേടിയിട്ടുണ്ട്. ഈ ഫയൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്വേഷണം ആരംഭിക്കുക. ഏതായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്രയും വേഗത്തിൽ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ് ഷൗക്കത്ത് അലി പറഞ്ഞത്. എന്തായാലും ഇതിന് മുന്നോടിയായി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഈ ആക്ഷൻ പ്ലാൻ അനുസരിച്ചായിരിക്കും നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുക. എന്തായാലും ഈ നിലവിലിപ്പോൾ ഈ പ്രതിസ്ഥാനത്തുള്ള ഗവൺമെന്റ്മാരെ അതുപോലെ തന്നെ അന്ന് ഈ കേസ് അന്വേഷിച്ചവരെ അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ MLA ആയിട്ടുള്ള AD തോമസ് അതുപോലെ തന്നെ അന്ന് മർദ്ദനമേറ്റ അജി അടക്കമുള്ളവരെ ഒരിക്കൽ കൂടി ഇവരിൽ നിന്ന് വിവരങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും അന്വേഷണം എന്തായാലും മുമ്പോട്ട് പോകുക. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ നിലവിലെ കേസ് ഫയലാണ് എന്തായാലും പരിശോധിക്കുക. അതിനുശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോകുക. പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയായിരിക്കും കേസ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനാണ് തീരുമാനം. ഈ കാലയളവിൽ ഈ അന്വേഷണ സംഘം ആലപ്പുഴയിൽ തന്നെ താമസിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം നടത്തുക. ശ്യാമിലി, രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ആ ക്രൂരമർദ്ദനത്തിൽ നിലവിൽ ഒരു പുനരന്വേഷണം വരികയാണ്. അതിനൊരു SITയുടെ തലവൻ നിലവിൽ അവിടെ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും അന്ന് മർദ്ദനമേറ്റ ഒരാൾ ഇന്നൊരു MLA കൂടിയാണ്. അത് AD തോമസ് ആണ്. മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകുന്നത്.